ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നെന്തൊക്കെ പർദ്ദക്ക് ഉമ്മർക്ക് കൊണ്ട് ഇവിടെ മൊത്തം പർദ്ദയിലാണല്ലോ ഇന്നത്തെ കളി. അങ്ങനെ ഗായ്സ്, ഇന്ന് എവിടേക്കാ പോണേ? ഇട്ടിടാനോ? ഇന്ന് ഇട്ടില്ല കേട്ടോ. ഇന്ന് ശരിക്കും ഈ നേരം കൊണ്ടൊക്കെ ഇട്ടിട്ട് വരണ്ടിയായിരുന്നു പൊട്ടിയിട്ട്. പക്ഷെ അന്ന് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല അല്ലേ. നാളെ പൊട്ടുവോ? ജയിക്കുവോ പൊട്ടുവോ? ഇന്നലെയൊക്കെ മൊത്തം ഇട്ടു, അതുകൊണ്ട് നമുക്ക് ജയിക്കുന്ന അതറിയില്ല കേട്ടോ. 40 ആൾക്കേ പറ്റുള്ളൂ. അധികം ആളാ, അതുകൊണ്ട് തന്നെ ഒഴിവാക്കിയാ അതൊന്നായി. അപ്പോൾ നാളെ പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ യാത്ര എടുക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് പർച്ചേസും പാടുണ്ട്. ഉമ്മാൻ്റെ സാധനം എടുത്തോ വെള്ളിയുടെ എവിടെ? ഉമ്മാൻ്റെ സ്പെഷ്യൽ വാങ്ങാനുണ്ട് അല്ലേ? സർപ്രൈസ് ഗിഫ്റ്റ്, ഉമ്മ കൊടുക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാനുണ്ട്. ഏതായാലും ഇതിങ്ങനെ അത് കുഴപ്പമില്ല. ഇതൊക്കെ വല്ല ആടും പശുവോ അത് ഏലൊക്കെ തിന്നാ ഉണ്ടോ? തല നോക്കാം. അല്ലെ നൗഫലെ വിളിക്ക്. അല്ലെ ഇതൊക്കെ നൗഫലെ വിളിക്ക്. അങ്ങനെയൊന്നും ഒന്ന് പറയട്ടെ. ഇത് ആകെ ഇംഗ്ലീഷ് ചൈനീസ് ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു മനുഷ്യ അല്ലേ? അവന്റെ പേരെന്താ? കുണിയാണ്. അലൻ. ഇതാണ് അലൻ. അലൻ ജോസ് പെരേര അല്ലേ? നാളൊക്കെ നാളെ മറ്റന്നൊക്കെ ചെറിയ കളിയും. ലോങ് യാത്രയാണ് നമ്മൾ പോകുന്നത്. എന്തോ ഒന്ന് ഒപ്പിക്കണുണ്ട്. അപ്പിടുണ്ടോ? സത്യം പറ. കാല് പരത്തിയൊക്കെ ഉണ്ട്. എന്നാ പോരി. അപ്പൊ എന്തായാലും ഗായ്സ് നമുക്ക് പോവാം. അതിന്റെ ചെരുപ്പ് ഇതിലുണ്ട്, ഷൂറാക്കില് ചെരുപ്പുണ്ട്. അതിന് നല്ലൊരു ചെരുപ്പ് വാങ്ങണം. സോപ്പ് പൊടിച്ചോളി. സോപ്പ് പൊടിച്ചോക്ക്. ആട്ടുസൂപ്പൊന്നും ആവില്ല. എന്ത് സൂപ്പാ? എന്ത് സൂപ്പ് അറിയില്ല. അലേഹ എന്നാ മന്തിന്നോ? മയോണൈസ് വേണോ? ഇത് മെക്സിക്കൻ. ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചത് യമറാത്ത് മഞ്ചക്കല്ലിൽ നിന്നാണ്. നമ്മളെ ഫ്രണ്ടിൻ്റെ കടയാണ്. 3 ഫ്രണ്ട് ഉണ്ട് ഈ ഒരു കടയുടെ പാർട്ട്ണർഷിപ്പായിട്ട്. അടിപൊളി ഫുഡാണ് ഗൈസ്. പിന്നെ എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? നല്ലോണം കഴിച്ചിരിക്കണല്ലോ. ഉമ്മയൊക്കെ മന്തി വാരി ഇന്നല്ല, ഇവിടെ എന്നും നല്ല രസമുണ്ട്. അതിന്റെ തിരക്കാണ്. ഓപ്പണിംഗ് ആയിട്ട് നല്ല ആണോ? ഓക്കെ. ഓപ്പണിംഗ് ആയിട്ട് നല്ല തിരക്ക്. ഓപ്പണിംഗ് ആയിട്ട് 1 മാസം കഴിഞ്ഞു, പക്ഷെ ആ ഒരു തിരക്ക് ഇപ്പോഴും ഇവിടെ ഉണ്ട്. എന്താ എടുക്കണ നമുക്ക്? ഒരു വള എടുക്കടാ. വള നിങ്ങക്ക് വേണ്ടേ? വള വേണ്ടേ? ഒരു വേണ്ട വള എടുക്ക്. വെറൈറ്റി വള എടുക്കട്ടോ. കുറെ കാലമായി ഒരു വള നിന്ന് നോക്കാം. വീഡിയോ ഓഫായി കഴിഞ്ഞാൽ അവിടെ തന്നെ കൊടുക്കണം കേട്ടോ. മറ്റേത് എല്ലാ പ്രാവശ്യവും കൊടുക്കുന്നത്. ഗൈസ്, നമ്മളൊന്ന് വള നോക്കാൻ വേണ്ടി വന്നിരിക്കണം. ഉമ്മാൻ്റെ കൂടിയിരിക്കുന്ന ടൈമിൽ വള വാങ്ങിയതാണ്. പെര 2 കൊല്ലമായി. പെരക്കൊരു മാറ്റം ഉണ്ടായില്ല. സ്വർണത്തിന് നല്ല വില കൂടി എന്ന് പറഞ്ഞ മാതിരി അല്ലേ? എന്താ വേണ്ടി? സിനുവിൻ്റെ സെലക്ഷനിൽ ഉമ്മാക്ക് 1 പവൻ്റെ വള. ഏതാ 1 പവനിൽ 1 പരി കൂടരുത് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ പറ്റിച്ചാൽ അത് എടുക്കുക. നിങ്ങൾക്ക് ഏതാ പറ്റി? അത് 1 പവൻ്റെ ഉള്ളിലാവണോ? 1 പവനാവണോ? ഏതാ പറ്റി? എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുന്ന മാതിരി ഉണ്ടാവും. നിങ്ങളെ അളവ് ഏതാ നോക്കി? മറ്റേ ജയിലിൽ പോകുമ്പോ മറ്റേ വേല അതാ ഭാഗം. അത് അതിന്റെ വലുത് വേണോ? ഇതിന്റെ നേരെ ചെറുതോ? എവിടെ ടൈറ്റ് ഉള്ളത് എടുത്തോളി.
പോട്ടെ, കേറട്ടെ, കയ്യിൽ കേറട്ടെ. മതിയോ? ആ അളവ് ഏതാ വരുന്നേ? ഇത്രേ ഉള്ളൂ മോഡൽസ്? ഇത്രേ ഉള്ളൂ എടാ, മോഡൽസ് ഇത്രേ ഉള്ളൂ. വളരെ മോഡൽസ് ഇത്രേ ഉള്ളൂ. ആ വലുപ്പത്തിലുള്ള കുറച്ച് വളമായിട്ട് ഇത് കുഴപ്പമില്ല. ഇത് രസമുണ്ടോ? ഏത് ഏത് എങ്ങനത്തെ വേണ്ട? ഇങ്ങനത്തെ വേണം? അത് വേണം. ഏത്? പക്ഷെ അത് ഉള്ളിൽ വളരണ? അതും ഇങ്ങനത്തെ ടൈപ്പ് വളരാത്ത കയ്യുമ്പോ കാണാണ്ടായിക്കോട്ടെ. ഒറ്റ വളയല്ലേ ഉള്ളൂ, 2 വളയുടെ വലിപ്പുണ്ടായിക്കോട്ടെ. രസല്ല? ഇതാവുമ്പോ എന്താ വെച്ചാൽ ആടിങ്ങനെ ഉള്ളില് വളരണം. അത് ഉള്ളില് വളരും. ഇതിന് വേറെ മോഡൽസ് ഉണ്ടോ? നിങ്ങൾക്ക് ഏതാ? എങ്ങനത്തെ വേണ്ട? അങ്ങനത്തെ വേണ്ട? ചില കയ്യുമ്പോ ഒന്നും ഉണ്ടാവില്ല. വേറെ ഉണ്ടോ? വേറെ മോഡൽസ് ഉണ്ടോ? ഇതോ? ഒരു വേണം. ഏതാ കാണിച്ചേ? വട്ടം കുറവാ. അതൊന്നും കയ്യിന് രസമല്ല. ഇങ്ങനത്തെ ഒക്കെ എടുത്തോളി, ഇതൊക്കെ ഒരു പവർ ഉണ്ടാവും. വേറെ മോഡൽസ് ഉണ്ടോ നോക്ക്. കാര്യത്തിൽ എന്ത് വീഡിയോയില് മാത്രമേ ഉള്ളൂ. ചോദിച്ചത് അപ്പൊ നിങ്ങക്ക് പറ്റിയത് പറഞ്ഞോളേ. ഇനിയിപ്പോ അഥവാ ഇപ്പൊ നോക്കിയിട്ട് പറ്റിയെങ്കിൽ ഇവിടെ വെക്കാം. വളന്റെ പൂതി പറഞ്ഞ അപ്പൊ ഇവിടെ വരിക, എന്താക്കാ വളമൊന്നും ഇട്ടാ പോവാ. ഏത്? ആ രസമുള്ള ഒരു വളർത്ത് കൊടുത്തോക്കാം. ഏതാ പറ്റിച്ചെടുക്കും. ഇപ്പൊ ട്രെൻഡി സാധനമാണ്. ഇതാണ് ഇപ്പൊ രസം. ഇതൊക്കെ പണ്ട് അമ്മായിമാരുള്ള സാധനം. ഒരു കയ്യിലൊരു കുടം ഉണ്ടാവും, ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് പെണ്ണെട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോകും അല്ലേ? അമ്മായി വളയാണ് അതൊക്കെ. അത് വേണ്ടി വളട്ടതൊന്നും നോക്കുക. അങ്ങനത്തെ ഒക്കെ ഇടണം. എന്താകുമ്പോ കാണാനൊരു കയ്യുമ്മക്ക് ഉണ്ടേ, കുറച്ച് ടൈറ്റും ഉണ്ട്. ആരും കൈ പറിച്ചോണ്ടാവില്ല. ഇടി. എങ്ങനുണ്ട്? ഇതാ വേണ്ട? അതാ വേണ്ട? അത് കയ്യമ്മക്ക് ഉണ്ട്. വള എങ്ങനെ പൊട്ടണേ? വളയൊന്നും പൊട്ടില്ല. അതിനൊരു വള ഉണ്ടെങ്കിൽ അതിനൊരു വില ഉണ്ടാവും. ബാക്കത്തല്ലേ ഭംഗി? ആ ഫ്രണ്ടത്തെ ഏത്? അതാ നല്ലത്. മറ്റേത് ഒരു ആർട്ടിഫിഷ്യൽ തോന്നിക്കണ്ട്. മറ്റേ നിങ്ങളുടെ കയ്യിന് ഒതുങ്ങിക്കണേ. അതിരുന്നോട്ടെ, നോക്കട്ടെ. അവിടെ എങ്ങനെ കൈ സെറ്റാ. അതാ മറ്റേ വേണോ? ഏതാ വേണ്ടേ? അത് മതിയോ? അത് മതി. ഇത്രേ ഊരണ്ടെങ്കിൽ ഇപ്പൊ ഒരു കവറ് പിടിച്ചെടുക്കേണ്ടി വരുമോ? ഒരു പവൻ കറക്റ്റാ? ആ കുഴപ്പമില്ല. ഓരോ ആൾക്കാരുടെ കടം തീർത്ത് വരികയാണ്. ഉമ്മാന്റെ എന്തേ ഒരു പവനും കൂടി ഉണ്ടോ? പൈസ നിങ്ങളെന്ന് വാങ്ങിയില്ല ഇരട്ടിയായി പോവും. അന്ന് 40,000 റുപ്യ സ്വർണ്ണത്തിനുണ്ടായിരുന്നേ. ഇന്നിപ്പോ 1,00,000 മുകളിലായി. 2 പവനും പോയി. അന്ന് 2 പവന് 80,000 കിട്ടിയത് ഓർമ്മല്ലേ? 88,000. ഇന്ന് 1 പവന് എത്ര കൊടുത്തു? 1,00,000 മുകളിലായി. ഇനിയിപ്പോ എൻ്റെ ഒക്കെ സ്വർണം തരാണ്ട് ഇപ്പൊ കൊട്ടുങ്ങ അല്ലേ?
അന്റെ എങ്ങനെ തരാന്നറിയോ ഓരോ വെഡിങ് ആനിവേഴ്സറിക്ക് ഇങ്ങനെ തന്ന് തീർക്കല. ഇപ്പൊ കുറച്ച് എത്ര തന്നു ഇപ്പൊ കുറച്ച് ആ അതൊക്കെ ഞാൻ കൂട്ടി എഴുതിയൊക്കെ ഉണ്ട് ഇവിടെ. ഓരോ ആനിവേഴ്സറിക്ക് ഇങ്ങനെ തന്നു തീർക്കാം. മറ്റെന്തായാലും ഒരു സമാധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാൻ പറ്റുണ്ടല്ലോ, അതാണ് വലിയ കിട്ടല്. ഏതെങ്കിലും കാലത്ത് ഞാൻ കൊടുങ്ങുകയാണെങ്കിൽ ഇതേമാതിരി കൊടുന്നേക്കാം അല്ലേ. സ്വർണം എന്ന് പറയുമ്പോൾ ഇനി വില കൂടെ ചെയ്യാ അല്ലേ. 2 ലക്ഷം വരെ 1.5 ലക്ഷം വരെ ഒക്കെ എത്തുന്നായിരുന്നു സ്വർണത്തിന്. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങി തരുന്ന നോക്കി ഗായ്സ്. അങ്ങനെ 2 വർഷത്തിന് 2 മാസം കൊണ്ട് എടുത്തരാന്ന് പറഞ്ഞ വള 2 വർഷം കഴിഞ്ഞിട്ടാണ് എടുത്തു കൊടുത്തത് അല്ലേ. അതിനകത്ത് പൈസ അപ്പൊ എന്തായാലും കുഴപ്പമില്ല, എടുത്തരാൻ പറ്റിയല്ലോ എന്നുള്ളതാണ്. എന്ത് എന്ത് നിങ്ങളെ ഇടപെട്ട ഇത് വാങ്ങി കൊടുക്കുന്നതല്ല, വണ്ടി എടുക്കലും വളം എടുക്കലും ഒക്കെ ഒരുമിച്ചാണ്. നമ്മള് വണ്ടിയൊക്കെ അതിന്റെ കാര്യത്തിൽ നടക്കുക. ഇപ്പൊ നമ്മളൊരു ആഗ്രഹത്തിന് എടുക്കുമ്പോ നിങ്ങളൊരു ആഗ്രഹം നടത്തുക. ഈ ഗ്യാപ്പിൽ എനിക്കൊരാഗ്രഹം ഉണ്ട് എന്നിട്ട് വലിയ മാലൊന്നും ചൂണ്ടരുത് കേട്ടോ. ഓക്കെ അയവ് നടന്നു വരുന്നൊക്കെ കഴിഞ്ഞില്ലേ മതിയോടാ തൂക്കിക്കോ. നമ്മള് ജ്വല്ലറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി സ്വർണ്ണൊക്കെ വാങ്ങി പോവാണ് അല്ലേ. അറിയാതെ ഒന്നല്ല, അറിഞ്ഞിട്ട് തന്നെയല്ലേ കൊടുക്കുന്നത്. ആ കുട്ടിനെ പിടിച്ചോളൂ മണ്ടിട്ടോ. ഫൈനലി ഗായ്സ് നമ്മള് ആ ഒരു എന്ത് കടം തീർത്തിട്ടുണ്ട് അല്ലേ. പിന്നെ ഇതിങ്ങനെ എൻ്റെ 2 ഭാവം യാസീനോ ഒന്നിനുമാരി ഇങ്ങനെ പറയുന്നതാണ്. ഓരോ പ്രാവശ്യം സ്വർണത്തിന് വില കൂടുമ്പോ 1.5 മോൾക്ക് അപ്പൊ കുറച്ച് കുറവ് ഇപ്പൊ കണ്ടപ്പോ വേറെ എടുത്തു കൊടുത്തു. കാരണം വിൽക്കുന്ന ടൈമിൽ അന്ന് 40 സംതിങ് ഒക്കെ വിറ്റത് പെരപ്പണി എടുക്കുന്ന ടൈമിൽ. കാരണം ലോൺ എടുക്കണ്ടല്ലോ വെച്ചിട്ട് നമ്മള് അങ്ങനെ ആക്കിയത്. അപ്പൊ ഇപ്പൊ 1 ഇരട്ടിന്റെ ഇരട്ടിയാണ്. അപ്പൊ ഇനിയും 1.5 എത്തുന്ന പറഞ്ഞപ്പോ ഇപ്പൊ ലേശം കുറവുണ്ട്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുക്കുന്ന തിരക്കിലൊന്നും നോക്കിയില്ല. ആദ്യം ഇതവിടെ എടുത്തു ഗൈസ്. ഓക്കെ എന്നാ പോവാ. നിങ്ങൾ ഇതിലാണെന്ന് വിചാരിച്ചിരുന്നില്ല. എന്താ മിന്നാ നിങ്ങൾ പറഞ്ഞു മരിച്ചിട്ടല്ലത് തരണ്ടേന്ന്. ഇന്ന് വാങ്ങി തന്നപ്പോ നിങ്ങൾ പറയണം മരിക്കുമ്പോ അത് കൊണ്ടുപോകില്ല. എന്തൊക്കെയാ നിങ്ങൾ പറയണേ? നിങ്ങളല്ല ഇന്നലത്തെ പറഞ്ഞേ. എന്താ പറഞ്ഞേ? ആ വള അവിടെ നിന്ന് ഇട്ടോന്ന് പറഞ്ഞപ്പോ ആഗ്രഹമുള്ളപ്പോ അല്ലേ കിട്ടണ്ടെന്നല്ല നിങ്ങള് എന്തോ നിങ്ങൾ പറഞ്ഞേ. അപ്പൊ എന്തായാലും നമ്മൾക്ക് അവിടെ കൊണ്ടുപോയി കുത്തി പൊട്ടി. ഇനി വേറെ ഐബുവിന്റെ എടുക്കാം. അത് തൊള്ളയിലല്ലേ ഐബുവിന്റെ അവിടെ ഒരു പച്ച ഉണ്ടാകുന്നില്ലേ. ആ ബലൂണാണ്ട് പൊട്ടിച്ചപ്പോഴല്ലേ അത് കൊണ്ടാ നമുക്ക് പൊട്ടിയത്. ഉമ്മാക്ക് സ്വർണം കിട്ടി. സത്യം പറഞ്ഞ ഉമ്മാക്ക് ഒരു സസ്പെൻസ് വീഡിയോ നമ്മൾ ഉമ്മാനോട് പറഞ്ഞായിരുന്നില്ല സ്വർണ്ണം എടുക്കാനാ പോകുന്നുള്ള കാര്യം പറഞ്ഞായിരുന്നില്ല. ഉമ്മ ഇങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ ഇന്നലെ ചക്കരക്കുള്ള സർപ്രൈസ് ഉമ്മ എടുക്കാൻ പോയപ്പോ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് വള ഇങ്ങനെ എടുത്തു. ഞാൻ ഇടക്കിടക്കിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടിയിപ്പിക്കലുണ്ട്, പക്ഷെ അന്നൊന്നും എടുത്തു കൊടുക്കലില്ല. ഓക്കെ അപ്പൊ ഇന്നലെ എനിക്കെന്തോ ഭയങ്കര ടെൻഷൻ. കാരണം അതിങ്ങനെ പറഞ്ഞപ്പോ നമ്മളിപ്പോ ലക്ഷങ്ങളുടെ കാറ് വാങ്ങുന്നു, ഓരോ സംഭവങ്ങൾ വാങ്ങുന്നു, ബൈക്ക് വാങ്ങുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കൊണ്ടുപോയി വെച്ചൊരു സാധനം നമ്മളെയും കൊണ്ട് എടുത്തെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. നമ്മളെയും കൂടി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. തീരുമാനം എന്തോ എടുത്തെടുക്കണം. ഉമ്മാൻ്റെ നിന്ന് വാങ്ങിയത് ഉമ്മാക്ക് തന്നെ കൊടുക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഈ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വില കൂടിയപ്പോൾ നമ്മളതിങ്ങനെ നീണ്ടു പോയതാണ്. ഓരോ ദിവസം കുറയുമെന്ന് വിചാരിച്ചപ്പോൾ ഇത് കുറയുന്നു കാണാനില്ല. അങ്ങനെ നീണ്ടു പോയിട്ടാണ് ഒന്നാമത് ഇത്രയും വൈകി കേട്ടോ. ഓക്കെ ഇപ്പം എന്തായാലും അത് ഇനി സ്വർണത്തിന് വില കുറയണമെന്ന് കൂടണമെന്ന് നോക്കി നിന്നില്ല. നമ്മൾ ആ സമയത്ത് ചെയ്തു കൊടുക്കണം. ഓക്കെ അങ്ങനെ എന്തായാലും ഉമ്മാക്കൊരു സസ്പെൻസ് ആയിരുന്നു. ഉമ്മാനെന്ന് വാങ്ങിയത് ഞാൻ 2 പവനാണ്, എടുത്തെടുത്തത് 1 പവനാണ്. ശരിക്കും അന്ന് ഈ പൈസ ഉണ്ടെങ്കിൽ 3 പവൻ കിട്ടിയായിരുന്നു. അന്ന് അത്രയും വില കുറവായിരുന്നു, നല്ല വില ഉണ്ട്. എന്തായാലും ഇൻഷാല്ലാ നമുക്ക് 1 പവനും കൂടി എടുത്തു കൊടുക്കണം. ഓക്കെ എന്തായാലും ഇപ്പോൾ ഇത് എടുത്തു കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഹാപ്പിയിലാണ് ഞാനും. ഉമ്മാക്ക് എടുക്കണം എന്നൊന്നുമില്ല, കാരണം ഞാൻ ഇപ്പോൾ വണ്ടി എടുക്കാൻ പോണ തിരക്കൊക്കെ അല്ലേ. അല്ലെങ്കിൽ ഉമ്മാര് വാപ്പാര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓലെ ഏറ്റവും വലുത് ഓലെ സന്തോഷത്തേക്കാൾ വലുതോലെ മക്കളെ സന്തോഷം. ഇപ്പോൾ അത് എനിക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ ഞാനൊരു ഉപ്പയായതിന് ശേഷമാണ് എനിക്ക് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. കാരണം നമ്മുടെ മക്കൾക്ക് എന്ത് നല്ലത് വാങ്ങിച്ചു കൊടുക്കാം, എന്ത് ഇതാക്കി കൊടുക്കാം എന്നുള്ളത് നമ്മൾ
അത്രയും ഇതാക്കാതെ ഇപ്പം ഞാൻ ഒരു സാധനം വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനു പറയുന്നതൊക്കെ എന്തിനങ്ങൾ ഈ കണിപ്പാട്ട് എങ്ങനെ വാങ്ങി 2 ദിവസം കൊണ്ട് പൊട്ടിക്കുമല്ലോ. അപ്പം ഞാൻ വിചാരിക്കണതല്ല, എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ മക്കൾക്ക് അത് കിട്ടിക്കോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മുടെ പൈസ ഇല്ലാത്തതൊന്നും നമ്മൾ നോക്കൂല. നമ്മുടെ മക്കൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മുടെ എന്താണ് നമുക്കില്ലെങ്കിലും ഓലിക്കുള്ളത് നമ്മൾ ചെയ്യൂലേ, അതേമാതിരി തന്നെ ആവില്ല. ഇപ്പം എല്ലാവരും മാതാപിതാക്കൾ അവരവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും. അപ്പം പിന്നെ അവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഉമ്മ ഒരു സസ്പെൻസായി, ഞാനും ഒരു സസ്പെൻസായി, മൊത്തത്തിൽ എല്ലാവർക്കും ഒരു സസ്പെൻസായി. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും.